Welcome to another video of learning tips. Today we are going to discuss about the second chapter from 10th standard geography. The name of the chapter is In Search of the Source of Wind. The chapter starts with explaining the reason for wind. What is the main reason for wind? Variation in the atmospheric pressure is the basic reason for wind. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് കാറ്റുകൾക്ക് കാരണമാകുന്നത്. What is the atmospheric pressure? Atmospheric pressure is the weight of the atmospheric air. അന്തരീക്ഷ വായുവിൻ്റെ ഭാരത്തെയാണ് atmospheric pressure എന്ന് പറയുന്നത്. The average weight of that air exerts on the Earth's surface is 1034 milligram per centimeter square. വായു ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരം 1034 milligram per centimeter square ആണ്. The instrument used to measure the atmospheric pressure is mercury barometer. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ. ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ മെർക്കുറി ബാരോമീറ്റർ അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി 76 സെൻറ്റിമീറ്റർ. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ ബാരോമീറ്ററിലെ മെർക്കുറിയുടെ അളവ് എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് millibar or hectopascal. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് മില്ലിബാർ. അതിനെ MB എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെക്ടോപാസ്കൽ HPA എന്ന് എഴുതും. ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 1013.2 millibar or 1013.2 ഹെക്ടോപാസ്കൽ. ശരാശരി അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1013.2 മില്ലിബാർ ആയിരിക്കും, അല്ലെങ്കിൽ 1013.2 ഹെക്ടോപാസ്കൽ ആയിരിക്കും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദ വ്യതിയാനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ? The first one, altitude. പ്രദേശത്തിൻ്റെ ഉയരം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. How the altitude influence the atmospheric pressure? The atmospheric pressure decreases with altitude and increases with less altitude. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ഉയരം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യും. The second one, temperature. താപം. The atmospheric pressure decreases as the temperature increases and increases when the temperature decreases. ചൂട് വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ചൂട് കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം വർദ്ധിക്കുന്നു. The third one, humidity. What is humidity? Quantity of water present in the atmosphere. അന്തരീക്ഷത്തിലുള്ള ജലത്തിൻ്റെ അളവിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. The atmospheric pressure decreases as the humidity increases and increases when the humidity decreases. ഹ്യൂമിഡിറ്റി വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യും. ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ പറഞ്ഞത് മുഴുവൻ ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇതൊക്കെ അന്തരീക്ഷ മർദ്ദവുമായിട്ട് ഓപ്പോസിറ്റ് റിലേഷനിലാണ്. ഹൈ പ്രഷർ. വാട്ട് ഈസ് ഹൈ പ്രഷർ? If the atmospheric pressure of an area is higher than that of the surrounding region, it can be designated as the high pressure. ഒരു പ്രദേശത്തെ മർദ്ദം അതിൻ്റെ ചുറ്റുഭാഗത്തിൽ നിന്നും
കൂടുതലാണെങ്കിൽ അതിനെ ഹൈ പ്രഷർ എന്ന് വിളിക്കുന്നു. ലോ പ്രഷർ. വാട്ട് ഈസ് ലോ പ്രഷർ? If the atmospheric pressure of an area is lower than that of the surrounding region, it can be designated as the low pressure. ഒരു പ്രദേശത്തെ മർദ്ദം അതിൻ്റെ ചുറ്റുവശത്തുള്ള മർദ്ദത്തേക്കാൾ കുറവാണെങ്കിൽ ആ മർദ്ദത്തെ ലോ പ്രഷർ എന്ന് വിളിക്കുന്നു. ഐസോബാർ. വാട്ട് ഈസ് ഐസോബാർ? The imaginary lines joining the places having the same atmospheric pressure is known as ഐസോബാർ. അന്തരീക്ഷത്തിൽ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് ഐസോബാർസ് എന്ന് വിളിക്കുന്നത്. Then we are going to discuss about the global pressure belts. The atmospheric pressure is more or less the same between certain latitudes. The atmospheric pressure is more or less the same between certain latitudes. Based on this, the Earth's surface is divided into different pressure belts. ചില അക്ഷാംശ രേഖകളിൽ മർദ്ദം ഏകദേശം തുല്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉപരിതലത്തെ വിവിധ പ്രഷർ ബെൽറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ജസ്റ്റ് ഒബ്സർവ് this picture. You can see in the center there is 0° latitude, that is called as the equatorial low pressure belt. In the northern hemisphere and southern hemisphere in 30° there is subtropical high pressure belt, and in northern hemisphere and southern hemisphere in 60° there is subpolar low pressure belt. In northern hemisphere and southern hemisphere in 90° there is polar high pressure belt. We are going to discuss these pressure belts one by one. The first one is the equatorial low pressure belt. The equatorial low pressure belt is situated between 5° north and south latitudes. 5° നോർത്തും 5° സൗത്ത് അക്ഷാംശ രേഖകളിലാണ് ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന പ്രദേശം നിലനിൽക്കുന്നത്. ഹിയർ ദ സൺറൈസ് ഫാൾ വെർട്ടിക്കലി ത്രൂ ദ ഇയർ ആൻഡ് ടെമ്പറേച്ചർ വിൽ ബി ഹൈ, സോ ദ ലോ പ്രഷർ എക്സ്പീരിയൻസസ് ഇൻ ദിസ് സോൺ. ഇവിടെ നേരിട്ട് സൂര്യരശ്മികൾ പതിക്കുന്നത് കൊണ്ട് ചൂട് കൂടിയ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ പ്രഷർ ഇവിടെ കുറവായിരിക്കും. ലോ പ്രഷർ സോണാണ്. ആസ് ദ എയർ ഇൻ ദിസ് സോൺ അസെൻസ് ഓൺ എ ലാർജ് സ്കെയിൽ, വിൻഡ്സ് ആർ വെരി ഫീബിൾ ഹിയർ. ചൂട് കാരണം ഇവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് ഇവിടെ വായു ദുർബലമാണ്, വായുവിന് വേഗത കുറവായിരിക്കും. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡോൾഡ്രം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഡോൾഡ്രം എന്ന് വിളിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡോൾഡ്രം? ദ സോൺ വിത്ത് നോ വിൻഡ്സ്. കാറ്റില്ലാത്ത പ്രദേശം, നിർവാത മേഖല എന്ന പേരിൽ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നുണ്ട്. ദ റീജിയൻ വാസ് എ നൈറ്റ്മെയർ ഓഫ് ദ ആൻഷ്യൻ്റ് മറൈനേഴ്സ്. വായുവിൻ്റെ അഭാവം കാരണം കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ അവിടെ കുടുങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്ത് നാവികർക്ക് ഈ പ്രദേശം പേടി സ്വപ്നമായിട്ട് മാറിയത്. ദ സെക്കൻഡ് വൺ ഈസ് ദ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ദ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് സിറ്റുവേറ്റഡ് ഇൻ 30° നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. 30° നോർത്ത് ലാറ്റിറ്റ്യൂഡിലും 30° സൗത്ത് ലാറ്റിറ്റ്യൂഡിലുമായിട്ടാണ് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation of the earth, so the high pressure experiences in this zone. Equatorial low pressure beltil നിന്ന് ഉയർന്നു പോകുന്ന വായു താഴ്ന്നടിയുന്നത് ഈ പ്രദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. Subpolar low pressure belt. The subpolar low pressure belt is situated 60° north
ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. 60 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലും 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലുമായിട്ടാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആസ് ദി സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ ദ എയർ ഈസ് കോൾഡർ ഹിയർ. ധ്രുവങ്ങളോടടുത്ത പ്രദേശമായതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ്. ദോ ദ കോൾഡ് എയർ റിമൈൻസ് ക്ലോസ് ടു ദ എർത്ത്, ദ എയർ ഈസ് ത്രോൺ എവേ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് അവിടെ ഹൈ പ്രഷറാണ് അനുഭവപ്പെടേണ്ടത്. പക്ഷെ ഭൂമിയുടെ ഭ്രമണം നിമിത്തം വായു ചുഴറ്റിയെറിയുന്നത് കൊണ്ട് ഈ പ്രദേശത്ത് ലോ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. Another important pressure belt is the polar high pressure belt. The polar high pressure belt is situated 90 degree north and south latitudes. 90 degree north latitudeലും 90 degree south latitudeലുമുള്ള പ്രദേശത്തെയാണ് polar high pressure belt എന്ന് വിളിക്കുന്നത്. This zone experiences severe cold throughout the year, so high pressure experiences this zone. ഈ പ്രദേശം മഞ്ഞു മൂടിയ പ്രദേശമായതുകൊണ്ട് വർഷം മുഴുവൻ തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദി പ്രഷർ ബെൽറ്റ്. ഈ പ്രഷർ ബെൽറ്റുകൾ രൂപീകൃതമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ, വാരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ്. ഭൂമിയുടെ പ്രതലത്തിൽ ലഭിക്കുന്ന സൂര്യരശ്മികളുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ് ഇതിനുള്ള ഒരു കാരണം. Another important reason for the formation of the pressure belt is the rotation of the earth. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണം. പ്രധാനമായിട്ടും സൂര്യൻ്റെ താപം അനുഭവപ്പെടുന്നതിലുള്ള വ്യത്യാസവും ഭൂമിയുടെ ഭ്രമണവുമാണ് ഇത്തരത്തിലുള്ള പ്രഷർ ബെൽറ്റുകൾ രൂപീകൃതമാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. The pressure belt shift according to the apparent movement of the sun. സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് പ്രഷർ ബെൽറ്റുകൾക്ക് സ്ഥാനവ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് നോർത്ത്വാർഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് സൺസ് നോർത്ത്വാർഡ് പ്രോഗ്രഷൻ ആൻഡ് ടുവാർഡ്സ് ദ സൗത്ത് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഇറ്റ്സ് സൗത്ത്വാർഡ് പ്രോഗ്രഷൻ. സൂര്യൻ്റെ അയനം നോർത്ത്വാർഡിലേക്കാകുമ്പോൾ നോർത്തിലേക്കും, സൂര്യൻ്റെ അയനം സൗത്ത്വാർഡിലേക്കാകുമ്പോൾ സൗത്തിലേക്കും പ്രഷർ ബെൽറ്റുകൾ കുറച്ച് ചലിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്. അന്തരീക്ഷമർദ്ദവും കാറ്റുകൾ. ഗ്ലോബൽ വേരിയേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വിൻഡ്സ്. അന്തരീക്ഷത്തിലുള്ള മർദ്ദ വ്യതിയാനങ്ങളാണ് കാറ്റുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. വിൻഡ്. വാട്ട് ഈസ് വിൻഡ്? ദ horizontal movement of the air from high pressure zone to low pressure zone is called as the wind. ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്നും ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് വായുവിൻ്റെ തിരശ്ചീന ചലനത്തെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ഓൺ ദ എർത്ത് സർഫേസ്. ഫോർ എക്സാമ്പിൾ ബ്രീസ്, സൈക്ലോൺസ്. ബ്രീസ് എന്ന് പറയുമ്പോൾ ശക്തിയില്ലാത്ത ഇളം കാറ്റുകൾ, സൈക്ലോൺ എന്ന് പറയുമ്പോൾ ശക്തമായ കാറ്റുകൾ. ഇത്തരത്തിൽ വിവിധ തരം കാറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. വിൻഡ്സ് ആർ നെയ്മഡ് ഓൺ ദ ബേസ് ഓഫ് ദ ഡയറക്ഷൻ വിച്ച് ദേ ബ്ലോ. ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേര് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ സൗത്ത് വിൻഡ്. ദ വിൻഡ്സ് ബ്ലോ ഫ്രം സൗത്ത് ഈസ് നോൺ ആസ് സൗത്ത് വിൻഡ്. Factors influencing the speed and direction of the wind. Which are the important factors influencing the speed and direction of the wind? കാറ്റിൻ്റെ വേഗതയെയും ദിശയെയുമൊക്കെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രഷർ ഗ്രേഡിയൻറ്റ്, മർദ്ദചരിവ്. വാട്ട് ഈസ് പ്രഷർ ഗ്രേഡിയൻറ്റ്? The change in the atmospheric pressure with horizontal distance caused to pressure gradient and influence the speed of the wind. അന്തരീക്ഷ മർദ്ദത്തിൽ തിരശ്ചീന തലത്തിലുള്ള മർദ്ദവ്യത്യാസം മർദ്ദചരിവിന് കാരണമാവുകയും അത് കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. When the pressure difference is more in the pressure gradient is said to be steeper. മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ മർദ്ദചരിവ് കൂടുതലായിരിക്കും. ആൻഡ് കോസ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ വിൻഡ്. അത്
കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അനദർ ഇമ്പോർട്ടൻറ്റ് കോസ് ഈസ് കോറിയോലിസ് ഫോഴ്സ്. വാട്ട് ഈസ് കോറിയോലിസ് ഫോഴ്സ്? Freely moving bodies get deflected to the right in northern hemisphere and to left in the southern hemisphere due to the force generated as a result of the Earth's rotation, which is known as the Coriolis force. This was invented by Gustave de Coriolis, a French mathematician. ഭൂമിയുടെ ഭ്രമണം നിമിത്തം അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വസ്തു ഉത്തരാർദ്ധഗോളത്തിൽ അതിൻ്റെ സഞ്ചാരദിശയുടെ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അതിൻ്റെ സഞ്ചാരദിശയുടെ ഇടതുവശത്തേക്കും വ്യതിചലിക്കും. ഇതിന് കാരണമാകുന്ന ഫോഴ്സിനെയാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ദിസ് ഫോഴ്സ് ഇൻക്രീസ് ആസ് ഇറ്റ് മൂവ്സ് ടുവാർഡ്സ് ദ പോൾസ് ഫ്രം ദ ഇക്വേറ്റർ. ഭൂമധ്യരേഖയിൽ നിന്ന് പോളിലേക്ക് പോകുന്തോറും ഇതിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഫെറൽ ലോസ്. വാട്ട് ഈസ് ഫെറൽ ലോ? അഡ്മിറൽ ഫെറൽ found out that the winds in northern hemisphere deflect towards their right and those in the southern hemisphere deflect towards their left due to the Coriolis effect. ഫെറൽ നിയമം എന്ന് പറഞ്ഞാൽ കോറിയോലിസ് ബലം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ അതിൻ്റെ സഞ്ചാരദിശയുടെ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അതിൻ്റെ സഞ്ചാരദിശയുടെ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. ഈ നിയമത്തെയാണ് ഫെറൽ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ചിത്രം നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്താണ് ഫെറൽ ലോ എന്ന് മനസ്സിലാവും. ഇവിടെ മധ്യത്തിൽ 0 ഡിഗ്രിയിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ്, മർദ്ദം കുറഞ്ഞ സ്ഥലമാണ്. ഈ 30 ഡിഗ്രിയിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്, മർദ്ദം കൂടിയ പ്രദേശമാണ്. ഈ മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കാണ് കാറ്റുകൾ വീശുക. ഇതേ രീതിയിൽ രണ്ട് സ്ഥലങ്ങളിലും മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലേക്ക് കാറ്റ് വീശുമ്പോൾ അതിൻ്റെ സഞ്ചാര ദിശ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് ആ സഞ്ചാര ദിശയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്ക് തിരിയും. അതേപോലെ തന്നെ ഈ കാറ്റ് കിഴക്ക് ഭാഗത്തേക്കാണ് വീശുന്നതെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഈ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്ക് തിരിയും. അതുപോലെ തന്നെ ഇനി വെസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങോട്ടുള്ള സഞ്ചാര ദിശയുടെ വലതുവശത്തേക്ക് തിരിയും. അതേപോലെ തന്നെ സൗത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഇതിൻ്റെ സഞ്ചാര ദിശയുടെ ഇടതുവശത്തേക്ക് തിരിയും. ഇങ്ങോട്ടാണെങ്കിലും സഞ്ചാര ദിശയുടെ ഇടതുവശത്തേക്ക്. ഇവിടെ വെസ്റ്റ് ഭാഗത്തേക്കായാലും സഞ്ചാര ദിശയുടെ ഇടതുവശത്തേക്ക്. ഇതിനെയാണ് ഫെറൽ ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രിക്ഷൻ, കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണം. എന്തെങ്കിലും വസ്തുവിൽ തടയുകയോ ഉരസുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ കാറ്റിൻ്റെ വേഗത കുറയും. ദ സ്പീഡ് ഓഫ് ദ വിൻഡ് വിൽ ബി ഹൈ ഓവർ ഓഷ്യൻ സർഫേസ് ആൻഡ് പ്ലെയിൻസ് ആസ് ദ ഫ്രിക്ഷൻ ഈസ് ലെസ്. ഓൺ ദ അതർ ഹാൻഡ് ദ ഫ്രിക്ഷൻ ബീയിങ് മോർ along difficult terrains and the places with a dense forest cover, the speed of the wind will be less in those places. In the area with less friction, the speed of the wind will be high. Friction കുറഞ്ഞ സ്ഥലത്ത് കാറ്റിൻ്റെ വേഗത വർദ്ധിക്കും. In the area with more friction, the speed of wind will be less. ഫ്രിക്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വേഗത കുറയുകയും ചെയ്യും. The factors influencing the speed and direction of winds are pressure gradient, Coriolis force and friction.